and welcome to IELTS Preparation by Sodeju. This is Alvin, and in today's session we will discuss how to write the body paragraphs for a multiple graphs essay in IELTS writing task 1. നമ്മൾ കഴിഞ്ഞ രണ്ട് സെഷൻസ് ആയിട്ട് നമ്മൾ ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ്സ് എസ് എന്താണെന്നും അതിൻ്റെ ഒരു അനാലിസിസ് വീഡിയോയും ദെൻ ഇൻട്രൊഡക്ഷൻ അതിൻ്റെ ഓവർവ്യൂ പാരഗ്രാഫ്സ് എങ്ങനെ എഴുതാമെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. ഈ ഒരു സെഷനിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ നെക്സ്റ്റ് 2 പാരഗ്രാഫ്സ് ദാറ്റ് ഈസ് ബോഡി പാരഗ്രാഫ് 1 and 2 എങ്ങനെ എഴുതാമെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീൻ കാണാം. നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ ഒന്ന് ബ്രഷപ്പ് ചെയ്യാം. നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ഒരു മൾട്ടിപ്പിൾ ഗ്രാഫ് ദാറ്റ് ഈസ് ഒരു പൈ ചാർട്ട് വിത്ത് ടേബിൾ ആയിരുന്നു. അവിടെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് പൈ ചാർട്ട് എന്ന് പറഞ്ഞ കോസസ് ഓഫ് വേൾഡ് വൈഡ് ലാൻഡ് ഇഗ്രേഷൻ്റെ കാര്യങ്ങളും ദെൻ ടേബിളിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു കോസസ് എങ്ങനെയാണ് ഓരോ ഡിഫറെന്റ് റീജിയൻസ് ദാറ്റ് ഈസ് യൂറോപ്പ്, നോർത്ത് അമേരിക്ക, ഓഷ്യാനിയ ഈ ഒരു റീജിയൻസിലുള്ള അതിൻ്റെ ഒരു ഇഫക്റ്റ് എങ്ങനെയൊക്കെയാണെന്നും അതിൻ്റെ ഒരു പ്രൊപ്പോർഷനും കാര്യങ്ങളാണ് നമ്മൾ ഗ്രാഫിക്സിൽ കണ്ടത്. ക്വസ്റ്റ്യൻ ഇതായിരുന്നു, സ്ക്രീൻ കാണാം. ദാറ്റ് ഈസ് ദ പൈ ചാർട്ട് ഷോസ് ദ മെയിൻ റീസൺസ് വൈ അഗ്രികൾച്ചർ ലാൻഡ് ബിക്കംസ് ലെസ് പ്രൊഡക്റ്റീവ് and the table shows how these causes affected 3 regions of the world during the 1990s. ഇതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യൻ. നമുക്ക് നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് നോക്കാം. ബേസിക്കലി നമ്മൾ ഈ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് എഴുതാൻ പോകുന്നത് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫിക്കിനെ കുറിച്ചാണ്, ദാറ്റ് ഈസ് പൈ ചാർട്ടിനെ കുറിച്ചായിരിക്കും. നമ്മൾ ഓൾറെഡി ഒരു മെയിൻ ഫീച്ചർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ അത് ഒന്ന് ടച്ച് ചെയ്ത് ബാക്കി ഡീറ്റെയിൽസ് നമ്മുടെ ഫസ്റ്റ് ഗ്രാഫിക്കിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുക. സെക്കൻഡിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് സെക്കൻഡ് ഗ്രാഫിക് ദാറ്റ് ഈസ് ടേബിളിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും നമ്മൾ പറയുക. ദെൻ നമ്മുടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫ് സ്ക്രീനിൽ കാണാം. ദ പൈ ചാർട്ട് പ്രസൻസ് 2 additional key reasons for the decrease in the productivity of agricultural land. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു മെയിൻ ഫീച്ചർ അവിടെ പറഞ്ഞു, ദാറ്റ് ഈസ് പൈ ചാർട്ടിന്റെ ഏറ്റവും മെയിൻ ഒരു കോമ്പസിഷൻ ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ഓവർ ഗ്രേസിംഗ് ആണ് 35% നമ്മൾ സംസാരിച്ചു. ദെൻ പിന്നെ എന്ന് പറയുന്നു ഇറ്റ് പ്രസൻസ് 2 additional key reasons for the decrease in the productivity of agricultural land, that is these are deforestation and overcultivation. ഡിഫോറസ്റ്റേഷൻ 30% കാര്യം, ഓവർ കൾട്ടിവേഷൻ 28% കാര്യം നമ്മൾ സംസാരിക്കുകയാണ്. ഓൾറെഡി നമ്മൾ ഓരോ പാരഗ്രാഫിൽ ഈ ഒരു ഓവർ ഗ്രേസിംഗ് 35% കാര്യം ബിഗസ്റ്റ് കോമ്പസിഷൻ ഇതാണെന്ന് നമ്മൾ സംസാരിച്ചിരുന്നു. ദെൻ ഇവിടെ ഇതാണ് നമ്മൾ സംസാരിക്കുന്നത്. ദെൻ എന്ത് പറയുന്നു, ഓൾദോ ട്രീ ക്ലിയറൻസ് ഈസ് ഓൾമോസ്റ്റ് ആസ് ഡാമേജിങ് ആസ് ഗ്രേസിംഗ് ടു മെനി ആനിമൽസ് അറ്റ് 30%. ഇറ്റ് ഹാസ് എ 5% ലോവർ ഇമ്പാക്ട് ദാൻ ഓവർ ഗ്രേസിംഗ്. നമ്മൾ സംസാരിക്കുകയാണ് ഈ ഒരു ട്രീ ക്ലിയറൻസ് ഒക്കെ ഡിഫോറസ്റ്റേഷൻ എന്നുള്ള ടേം വീണ്ടും റിപ്പീറ്റഡ്ലി യൂസ് ചെയ്യാണ്ടിരിക്കാൻ നമ്മൾ പറയുകയാണ് ട്രീ ക്ലിയറൻസ്. ഓൾദോ എന്നുള്ള വേർഡ്സ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓൾദോ ട്രീ ക്ലിയറൻസ് ഇസ് ഓൾമോസ്റ്റ് ആസ് ഡാമേജിങ് ആസ് ഗ്രേസിംഗ് ടു മെനി ആനിമൽസ് അറ്റ് 30, ഇറ്റ് ഹാസ് 5% ലോവർ ഇമ്പാക്ട് ദാൻ ഓവർ ഗ്രേസിംഗ്. ഓക്കെ, ഓവർ ഗ്രേസിംഗിന്റെ ഒരു കാര്യം ഡിഫോറസ്റ്റേഷനോട് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം ഒരു 5% ലോവർ ഇമ്പാക്ട് ആണ് ഡിഫോറസ്റ്റേഷൻ ഉള്ളത് നമ്മൾ സംസാരിക്കുകയാണ് ഓവർ ഗ്രേസിനെ കമ്പയർ ചെയ്യുമ്പോൾ. ദെൻ എന്ത് പറയുന്നു, എക്സസീവ് കൾട്ടിവേഷൻ ഇസ് ദ ലീസ്റ്റ് പ്രോബ്ലമാറ്റിക് അറ്റ് ജസ്റ്റ് ഓവർ എ ക്വാർട്ടർ ഓഫ് ദി ടോട്ടൽ. ഓക്കെ, അപ്പോൾ എക്സസീവ് കൾട്ടിവേഷൻ, ഓവർ കൾട്ടിവേഷൻ എന്നുള്ളതിനൊക്കെ നമ്മൾ റീഫ്രൈസ് ചെയ്യണം. ദാറ്റ് ഈസ് എക്സസീവ് കൾട്ടിവേഷൻ ഇസ് ദ ലീസ്റ്റ് പ്രോബ്ലമാറ്റിക് അറ്റ് ജസ്റ്റ് ഓവർ എ ക്വാർട്ടർ ഓഫ് ദി ടോട്ടൽ. ഓക്കെ, ടോട്ടൽ ഏകദേശം 100%, ഏകദേശം ഒരു ജസ്റ്റ് ഓവർ എ ക്വാർട്ടർ എന്ന 25% ആണ്, ജസ്റ്റ് ഓവർ എ ക്വാർട്ടർ 28% എന്നുള്ളൊരു രീതി. അപ്പോൾ നമ്മൾ ബേസിക്കലി പൈ ചാർട്ടാണ് ഇവിടെ കവർ ചെയ്തത്. ഓരോ ഇതിനകത്തുള്ള കോമ്പസിഷൻ എന്തൊക്കെയാണെന്ന് ഡിസ്കസ് ചെയ്തു. മേജർ കാര്യം ദാറ്റ് ഈസ് ഓവർ ഗ്രേസിംഗ് 35%, അത് നമ്മൾ ഓൾറെഡി പാരഗ്രാഫിൽ പറഞ്ഞു വെച്ചിരുന്നു. ദെൻ നമ്മൾ മറ്റു ഫീച്ചേഴ്സും ടച്ച് ചെയ്യുകയാണ് ചെയ്തത്, ഡിഫോറസ്റ്റേഷൻ, ഓവർ കൾട്ടിവേഷൻ, ദെൻ ഇതിന് എന്തൊക്കെയാണ് ഇതിന് തമ്മിലുള്ള ഒരു കണക്ഷൻസ് എന്നുള്ളതും ദെൻ ഏകദേശം ഒരു ധാരണയാണ്, മൊത്തത്തിലുള്ള ഡീറ്റെയിലിംഗ് ആണ് നമ്മളിവിടെ ഫസ്റ്റ് ബോഡി പാരഗ്രാഫിൽ നടത്തിയത്. ദെൻ മൂവിങ് ഓൺ ടു ദ സെക്കൻഡ് ബോഡി പാരഗ്രാഫ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടേബിളിനെ കുറിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടേബിളിൽ എന്തൊക്കെ കാര്യങ്ങളാണ് സംസാരിക്കാൻ നമ്മൾ നോക്കാം. ഓൾറെഡി നമ്മളൊരു മെയിൻ ഫീച്ചർ നമ്മൾ സംസാരിച്ച് വെച്ചു ഓവർ പാരഗ്രാഫിൽ, ദാറ്റ് ഈസ് യൂറോപ്പ് ഹാഡ് ദ ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഡിഗ്രേഡഡ് ലാൻഡ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു വെച്ച കാര്യമാണ്. ദെൻ നമുക്ക് നോക്കാം സെക്കൻഡ് ബോഡി പാരഗ്രാഫ് നമ്മൾ ഡിസ്കസ് ചെയ്യാം. സ്ക്രീൻ കാണാം. അക്കോർഡിംഗ് ടു ദ ടേബിൾ 23% of Europe's agricultural land was affected by these damaging practices. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു, അത് ഓൾറെഡി നമ്മൾ സംസാരിച്ചിരുന്നു, ദാറ്റ് ഈസ് ഏറ്റവും ഹയസ്റ്റ് പെർസെന്റേജ് ഓഫ് ഡിഗ്രഡേഷൻ നടന്നത് യൂറോപ്പിലാണ്, ദാറ്റ് ഈസ് 23%. കമ്പയറിംഗ് ടു നോർത്ത് അമേരിക്ക ആൻഡ് ഓഷ്യാനിയ, അവിടെയൊക്കെ 5% and 13% റെസ്പെക്റ്റീവ്ലി ഉള്ളപ്പോൾ യൂറോപ്പിൽ 23 ആയിരുന്നു. നമ്മൾ ഓൾറെഡി ഓവർ പാരഗ്രാഫിൽ മെൻഷൻ ചെയ്ത് വെച്ച കാര്യമാണ്. ദെൻ അവിടെയും നമ്മൾ നോക്കുക റീഫ്രൈസൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, അക്കോർഡിംഗ് ടു ദ ടേബിൾ എന്നൊക്കെ നമ്മൾ സംസാരിച്ചു. ദെൻ ഇൻ 23% വാസ് അഫക്റ്റഡ് ബൈ ദീസ് ഡാമേജിംഗ് പ്രാക്ടീസസ് എന്നൊക്കെയാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, then this is almost double the percentage in Oceania, the next most affected region. ഓഷ്യാനിയയിലുള്ള പെർസെന്റേജ് എത്രയാണ്? 30%. The next most affected region.
ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കണക്ഷൻ നമുക്ക് മനസ്സിലാവും. യൂറോപ്പ് 23, അപ്പൊ അത് ഓൾമോസ്റ്റ് ഡബിൾ. ഓഷ്യാനിയ 13 ആണ്, അപ്പൊ ഓൾമോസ്റ്റ് ഡബിൾ, ഏകദേശം 26%. അപ്പൊ ഒരു 23, അപ്പൊ ഓൾമോസ്റ്റ് ഡബിൾ ആണ് ഓഷ്യാനിയുടെ കേസ് നോക്കുമ്പോൾ. ദെൻ അതുപോലെ തന്നെ നമുക്ക് പറയാം നോർത്ത് അമേരിക്ക, അത് 5%-ലാണ്. ദാറ്റ് ഈസ് അപ്പൊ ഓഷ്യാനിയ എന്ന് പറയുന്നത് ഒരു 13%, മോർ ദാൻ ഡബിൾ ആണ് നോർത്ത് അമേരിക്കയെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു ടേബിളിന്റെ റിലേഷൻ ഒക്കെ ഒന്ന് സംസാരിക്കാം. നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്ന ആദ്യം നമ്മൾ യൂറോപ്പിനായിട്ട് സംസാരിച്ചു 23%. ദെൻ നമ്മൾ പറഞ്ഞു ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് ഡബിൾ ദിൻ ദാറ്റ് ഇൻ ഓഷ്യാനിയ, ദ നെക്സ്റ്റ് മോസ്റ്റ് എഫക്റ്റഡ് റീജിയൻ. അപ്പൊ സെക്കൻഡ് മോസ്റ്റ് എഫക്റ്റഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിച്ചു വെച്ചു. അപ്പൊ ആ ഒരു കണക്ഷൻ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാണ്. ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു കൊഹറൻസ് ബിൽഡ് ചെയ്യുക. ഓക്കെ, ദെൻ എന്ത് പറയുന്നു, നോർത്ത് അമേരിക്ക experienced by far the lowest level of productivity loss with a figure of just 5% of its total agricultural land. Okay, അപ്പൊ നമ്മൾ പറയുകയാണ് ഏറ്റവും ഈ ഒരു 3 റീജിയൻസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കുറവ് ഡീഗ്രേഡേഷൻ സംഭവിച്ചിരിക്കുന്നത് നോർത്ത് അമേരിക്കയിലാണെന്നും അതിൽ വെറും ഒരു 5% മാത്രമാണ് അവിടുത്തെ ഒരു ഡീഗ്രേഡേഷൻ സംഭവിച്ചത് എന്നുള്ള കാര്യം നമ്മൾ സംസാരിച്ചു വെക്കണം. ലോവസ്റ്റ് ലെവൽ ഓഫ് പ്രൊഡക്ടിവിറ്റി എന്നൊക്കെ യൂസ് വേർഡ്സ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്ന വാക്കുകൾ. ദെൻ lowest level productivity loss with a figure of just 5% of its total agricultural land. Yes. അപ്പോൾ ഇതാണ് നമ്മൾ ഒരു ടേബിളിന്റെ ഒരു ഡീറ്റെയിലിംഗ് നമ്മൾ സെക്കൻഡ് ബോഡി പാരഗ്രാഫിൽ നടത്തിയത്. ഓരോ റീജിയൻസും എന്തൊക്കെയാണ്, അതിൽ എങ്ങനെയൊക്കെയാണ് അതിന്റെ ഒരു ഡീഗ്രേഷന്റെ ഒരു പെർസെന്റേജ് എന്നുള്ള കാര്യങ്ങളും തമ്മിലുള്ള റിലേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ എസ്റ്റാബ്ലിഷ് ചെയ്ത് വെച്ചത്. നമ്മൾ യൂസ് ചെയ്തിരിക്കുന്ന വാക്കുകൾ ഒക്കെ ഈ ബോഡി പാരഗ്രാഫ് 1, 2 നമ്മൾ യൂസ് ചെയ്ത വാക്കുകളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അക്കോർഡിംഗ് ടു ദ ടേബിൾ, ദെൻ ഓൾമോസ്റ്റ് ഡബിൾ. ഓക്കെ, അങ്ങനത്തെ ഇതൊക്കെ വെറുതെ പ്ലെയിൻ ആയിട്ട് 5%, 15 അല്ലെങ്കിൽ 13 എന്ന് പറഞ്ഞു വിടാണ്ട് നമ്മൾ ഓൾമോസ്റ്റ് ഡബിൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. ദെൻ ഓഷ്യാനിയുടെ കാര്യം നേരെ പറയാണ് സെക്കൻഡ് മോസ്റ്റ് അഫക്റ്റഡ് റീജിയൻ എന്നൊക്കെ നമ്മൾ യൂസ് അങ്ങനത്തെ വാക്കുകളൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ദെൻ നോർത്ത് അമേരിക്ക എക്സ്പീരിയൻസ് ബൈ ഫാർ, ഓക്കെ, ലോവസ്റ്റ് ലെവൽ പ്രൊഡക്ടിവിറ്റി, ഇതുവരെ ഏറ്റവും ലോവസ്റ്റ് ലെവൽ പ്രൊഡക്ടിവിറ്റി ആണെന്നുള്ള ഇതിലൊക്കെ. Then productivity loss with a figure of just 5%, a figure of 5% എന്നൊക്കെ വേർഡ്സ് ഒക്കെ യൂസ് ചെയ്യുന്നു. പ്ലെയിൻ ആയിട്ട് പറഞ്ഞു പോകുന്ന രീതിയല്ലാണ്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു ആൻസർ നമ്മൾ ബിൽഡ് ചെയ്യാണ് പല പല വാക്കുകളൊക്കെ യൂസ് ചെയ്ത് പല പല വേർഡിങ്സ്, ഇതൊക്കെ നമ്മൾ കൊഹറൻസ് ബിൽഡ് ചെയ്യാൻ കുറെ വാക്കുകൾ നമ്മൾ യൂസ് ചെയ്യുന്നു. ദെൻ ഓരോ ആ ഒരു കാര്യങ്ങൾ കണ്ടന്റ് വൈസ്, അപ്പൊ നമ്മൾ 4 കാര്യങ്ങൾ നമ്മൾ അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ എസ്സേസ് ചെയ്തത്. ടാസ്ക് അച്ചീവ്മെന്റ്, കൊഹറൻസ്, കോഹിഷൻ, വൊക്കാബുലറി ആൻഡ് ഗ്രാമാറ്റിക്കൽ റേഞ്ച്. അപ്പൊ ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ പ്രോപ്പർ ഒരു ആൻസർ ബിൽഡ് ചെയ്തെടുക്കുക. അപ്പൊ ഇത്രയാണ് നമ്മളൊരു ഈ വീഡിയോയിൽ കവർ ചെയ്തത്, ബോഡി പാരഗ്രാഫ് 1 and 2. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളൊരു മൾട്ടിപ്പിൾ ഗ്രാഫ്സ് എസ്സേ. നമ്മൾ ബാക്കി ഡിസ്കഷൻസ് നമുക്ക് നെക്സ്റ്റ് സെക്ഷനിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക് യു.